ടൈഗർ ടോപ്പിയയിലെ കാഴ്ചകൾ കണ്ടും കടുവകളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചും കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങളുടെ യാത്ര മറ്റൊരു ലോകത്തേക്കാണ്. പട്ടായയിലെ രാത്രിയിലേക്ക്. പട്ടായ എന്ന് കേൾക്കുമ്പോൾ കടൽ തീരവും തിരക്കേറിയ നഗരവീഥികളും രാത്രിയിലെ വെളിച്ചങ്ങളും ഒക്കെയാണ് ആദ്യം മനസ്സിൽ വരുന്നത്. പക്ഷേ പട്ടായയുടെ മറ്റൊരു പ്രധാന ആകർഷണം കൂടിയുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾ കാണാനെത്തുന്ന ഒരു വലിയ സ്റ്റേജ് ഷോ, അൽകാസർ കാബറെ ഷോ. പട്ടായയിലെ രണ്ടാമത്തെ റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് പ്രശസ്തമായ അൽകാസർ ഷോ നടക്കുന്നത്. പുറത്തു നിന്ന് തന്നെ വലിയ കെട്ടിടവും നിറമുള്ള ലൈറ്റുകളും അൽകാസർ എന്ന വലിയ പേരും കാണാം. ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ചുറ്റും നല്ല തിരക്കായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, ഓരോരുത്തരും ഷോ കാണാനുള്ള കാത്തിരിപ്പിലാണ്. ഇതൊരു സാധാരണ ചെറിയ സ്റ്റേജ് പരിപാടിയല്ല. 1981 ആരംഭിച്ച അൽകാസർ കാബറെ ഷോ വർഷങ്ങളായി പട്ടായയിലെ പ്രധാന വിനോദ ആകർഷണങ്ങളിലൊന്നായി മാറിയതാണ്. കാലം മാറിയപ്പോൾ ഷോയും മാറി. ഇന്ന് വലിയ സ്റ്റേജ്, ആധുനിക ലൈറ്റിംഗ്, ശബ്ദ സംവിധാനം, വലിയ വേദി സജ്ജീകരണങ്ങൾ, മനോഹരമായ വേഷങ്ങൾ, നൃത്തം എന്നിവയെല്ലാം ചേർന്നാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ആ വലിയ ഓഡിറ്റോറിയമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ഷോ കാണാൻ കഴിയുന്ന തരത്തിൽ ഉള്ള വലിയ വേദി. വേദിക്ക് മുന്നിലുള്ള സീറ്റുകൾ മുതൽ പിന്നിലേക്കുള്ള ഭാഗങ്ങൾ വരെ കാണികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഷോ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ കാത്തിരിപ്പിനും ഒരു പ്രത്യേക രസമുണ്ട്. പിന്നെ പതിയെ ലൈറ്റുകൾ കുറഞ്ഞു, സംഗീതം ഉയർന്നു, വേദിയിലെ ലൈറ്റുകൾ തെളിഞ്ഞു. അങ്ങനെ അൽകാസർ ഷോ ആരംഭിച്ചു. ഇതിനിടയിലാണ് ഒരു ജീവനക്കാരൻ വന്നു ആദ്യ 30 മിനിറ്റ് മാത്രമേ ചിത്രീകരണം അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. നിരാശ ആയെങ്കിലും പരമാവധി ഞാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ആദ്യ പ്രകടനം തന്നെ വലിയൊരു ദൃശ്യവിരുന്നായിരുന്നു. വേദിയിലേക്ക് എത്തുന്ന ഓരോ കലാകാരന്മാരുടെയും വേഷങ്ങൾ തന്നെ ശ്രദ്ധേയമായിരുന്നു. തിളങ്ങുന്ന വസ്ത്രങ്ങൾ, വലിയ ഹെഡ് പീസുകൾ, വ്യത്യസ്തമായ മേക്കപ്പ്, അതിന് ചേരുന്ന ലൈറ്റുകളും സംഗീതവും. ഓരോ പ്രകടനത്തിനും ഓരോ രീതിയിലുള്ള അവതരണം. ഇവിടെ കാണുന്നത് ഒരു നൃത്തം മാത്രമല്ല, സംഗീതവും നൃത്തവും വെളിച്ചവും വേദി അലങ്കാരങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളും എല്ലാം ഒരുമിച്ച് ചേർത്തുള്ള ഒരു വലിയ സ്റ്റേജ് പ്രൊഡക്ഷനാണ്. വിവിധ രാജ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സ്വാധീനം പ്രകടനങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് ഈ ഷോ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. വേദിയിൽ പുരുഷവേഷങ്ങളിലും സ്ത്രീവേഷങ്ങളിലും അവതരിപ്പിക്കുന്ന കലാകാരന്മാരുടെ പ്രകടനങ്ങൾ കാണാം. പ്രത്യേകിച്ച് ഈ ഷോയിലെ വസ്ത്രങ്ങളും നൃത്തച്ചുവടുകളും ലൈറ്റിങ്ങും കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതാണ്. ഒരു പ്രകടനം അവസാനിക്കുമ്പോഴേക്കും അടുത്തത് എന്തായിരിക്കും എന്ന ആകാംക്ഷ. പാട്ട് മാറുന്നു, വേഷം മാറുന്നു, വേദിയുടെ നിറം മാറുന്നു, അതിനൊപ്പം കഥയുടെ ഭാവവും മാറുന്നു. ചില സമയത്ത് വളരെ വലിയൊരു രാജകീയ വേദി പോലെയാകും തോന്നുക. മറ്റൊരു സമയത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെയും. ഇതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായി അൽകാസർ ഷോ പട്ടായയിലെ പ്രശസ്തമായ വിനോദ പരിപാടികളിലൊന്നായി തുടരുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേദിയിൽ കാണുന്ന ഈ കുറച്ച് മണിക്കൂറുകളുടെ പ്രകടനത്തിന് പിന്നിൽ വലിയൊരു സംഘത്തിൻ്റെ പരിശ്രമമുണ്ട്. കലാകാരന്മാർ മാത്രമല്ല, നൃത്ത പരിശീലനം നൽകുന്നവർ, വസ്ത്രങ്ങളും മേക്കപ്പും കൈകാര്യം ചെയ്യുന്നവർ, ലൈറ്റിംഗ്, സൗണ്ട്, സ്റ്റേജ് എന്നിവ നോക്കുന്ന ജീവനക്കാർ, പ്രേക്ഷകരെ സ്വീകരിക്കുന്നവരും സീറ്റുകളിലേക്ക് എത്തിക്കുന്നവരും ഉൾപ്പെടെ വലിയൊരു ടീം തന്നെ ഈ പരിപാടിയുടെ പിന്നിലുണ്ട്. നമ്മൾ കാണുന്നത് ഒരു ഷോയുടെ ഏതാനും മണിക്കൂറുകൾ മാത്രം. പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് ദിവസങ്ങളുടെയും മാസങ്ങളുടെയും പരിശീലനവും തയ്യാറെടുപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പ്രകടനവും ഇത്രയും കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്നു. ഷോ കാണുന്നതിനിടയിൽ ചുറ്റുമുള്ള പ്രേക്ഷകരെയും ശ്രദ്ധിച്ചാൽ തന്നെ പട്ടായയുടെ മറ്റൊരു പ്രത്യേകത മനസ്സിലാകും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒരേ വേദിയിൽ ഇരുന്ന് ഒരേ പരിപാടി ആസ്വദിക്കുന്നു. ഭാഷകൾ വ്യത്യസ്തമാണ്, നാടുകൾ വ്യത്യസ്തമാണ്. പക്ഷേ ഒരു നല്ല പ്രകടനം കാണുമ്പോൾ കൈയടിക്കുന്നതിൽ എല്ലാവരും ഒരുപോലെയാണ്. അതാണ് യാത്രകളുടെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ എത്തിയിട്ടും നമ്മളെപ്പോലെ തന്നെ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന ആളുകളുമായി ഒരേ അനുഭവം പങ്കിടാൻ കഴിയുന്നു.
അങ്ങനെ കുറച്ചു സമയം കൊണ്ട് തന്നെ അൽക്കാസർ ഷോ ഞങ്ങളുടെ തായ്ലൻഡ് യാത്രയിലെ മറ്റൊരു ഓർമ്മയായി മാറി. ടൈഗർ ടോപ്പിയയിൽ കടുവകളുടെ ലോകം കണ്ടതിന് ശേഷം ഇപ്പോൾ പട്ടായയുടെ കലയും സംഗീതവും നൃത്തവും നിറഞ്ഞ മറ്റൊരു ലോകം. ഷോ അവസാനിച്ചപ്പോൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് എത്തിയപ്പോഴേക്കും പട്ടായയുടെ രാത്രി കൂടുതൽ സജീവമായിരുന്നു. നഗരത്തിലെ ലൈറ്റുകൾ, റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ, നടന്നു പോകുന്ന സഞ്ചാരികൾ, കടകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം കൂടി പട്ടായയുടെ രാത്രിക്ക് മറ്റൊരു ഭംഗി നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ഒരു ദിവസം കൊണ്ട് കണ്ട കാഴ്ചകൾ തന്നെ ഒരുപാട്. രാവിലെ ടൈഗർ ടോപ്പിയയിൽ കടുവകളോടൊപ്പം, വൈകുന്നേരം പട്ടായയിലെ കാഴ്ചകൾ, രാത്രിയിൽ അൽക്കാസർ ഷോ. യാത്ര എന്നത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത് മാത്രമല്ലല്ലോ, ഓരോ സ്ഥലത്തു നിന്നും ഓരോ അനുഭവം സ്വന്തമാക്കുന്നതാണ്. തായ്ലൻഡിലെ ഈ യാത്രയിലും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ കാഴ്ചകൾ, പുതിയ ആളുകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ ഓർമ്മകൾ. അങ്ങനെ പട്ടായയിലെ ഈ മനോഹരമായ രാത്രിയോടും താൽക്കാലികമായി വിട പറഞ്ഞ് ഞങ്ങൾ അടുത്ത യാത്രയിലേക്ക് നീങ്ങി. പാസ്പോർട്ട് ഡയറീസ് മലയാളം.